والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൻ്റെ 5 സ്തംഭങ്ങളിൽ രണ്ടാമത്തെ കാര്യമായ നിസ്കാരവുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ, റുക്നുകൾ, നിർബന്ധ കാര്യങ്ങൾ തുടങ്ങി നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ നിത്യജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത രൂപത്തിലുള്ള വിജ്ഞാനങ്ങളാണ് ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഷുറൂത്തു സ്വലാത്തി വ അർക്കാനുഹ വ വാജിബാത്തുഹ എന്ന ചെറിയ കിതാബ് ഒരു 2 ആഴ്ചത്തെ ഇടവേള വന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പറഞ്ഞത് മറന്നുപോയിട്ടുണ്ടോ എന്നത് നമ്മൾ ശ്രദ്ധിക്കണം. പഠിച്ചത് വേഗത്തിൽ പ്രാവർത്തികമാക്കാൻ, അത് മരണം വരെ മുറുകെ പിടിക്കാൻ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾക്ക് ശേഷം പിന്നീട് നമ്മൾ നിസ്കാരത്തിൻ്റെ റുക്നുകളാണ് പറഞ്ഞു വന്നത്. നിസ്കാരത്തിന് 14 റുക്നുകളുണ്ട്. 14 റുക്നുകളിൽ മൂന്നാമത്തെ റുക്ന് വരെയാണ് നമ്മൾ എത്തിയത്. റുക്ൻ എന്നാൽ നിസ്കാരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട അവിഭാജ്യ ഘടകങ്ങൾ എന്ന് പറയാം. അതില്ലാതെ നിസ്കാരം പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല. ഒന്നാമത്തെ റുക്നായി നമ്മൾ പഠിച്ചത് അൽ ഖിയാമു മഅൽ ഖുദ്റത്തി, കഴിവുള്ളവർ നിന്ന് നിസ്കരിക്കുക എന്നതാണ്. നിൽക്കാൻ കഴിവുള്ളവർ നിന്ന് നിസ്കരിക്കണം. നമ്മളത് വിശദീകരിച്ചതാണ്, അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ടേക്ക് പോകുന്നില്ല. രണ്ടാമത്തേത് തക്ബീറത്തുൽ ഇഹ്റാം. തക്ബീറത്തുൽ ഇഹ്റാം എന്നാൽ നിസ്കാരത്തിൻ്റെ ആരംഭത്തിൽ, നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന ആ തക്ബീർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ കൈകെട്ടുന്ന ആ പ്രവർത്തിക്കാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുക. നിസ്കാരത്തിലേക്കുള്ള വാതിലാണത്. മൂന്നാമത്തേത് സൂറത്തുൽ ഫാത്തിഹയാണ്. അതിനിടയിൽ നമ്മൾ നിസ്കാരത്തിൻ്റെ തുടക്കത്തിലുള്ള പ്രാരംഭ പ്രാർത്ഥനയെക്കുറിച്ച് പഠിച്ചിരുന്നു. ചെറിയ ഒരു പ്രാർത്ഥന ആണെങ്കിലും അതിലെ ആശയ സമ്പുഷ്ടമായ വാക്കുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അവസാനമായി നമ്മളെടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കിയിരുന്നു. എന്താണ് ആ പ്രാർത്ഥന? സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. എന്താണ് അതിൻ്റെ അർത്ഥം? സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക, സുബ്ഹാനക അല്ലാഹുവേ, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു. വബിഹംദിക, നിന്നെ സ്തുതിക്കുകയും ചെയ്യുന്നു. വതബാറക ഇസ്മുക, നിന്റെ നാമങ്ങൾ അനുഗ്രഹപൂർണമായിരിക്കുന്നു.
എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ഈ കിതാബിൽ വിശദീകരിച്ചതുപോലെ അള്ളാഹുവിനെ കൊണ്ടാണ് നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. അള്ളാഹുവാണ് എല്ലാ ബറക്കത്തും നമുക്ക് നൽകുന്നത്. വതആല ജദ്ദുക, വതആല ജദ്ദുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സ്ഥാനം അത്യുന്നതമായിരിക്കുന്നു. വലാ ഇലാഹ ഗൈറുക എന്ന് പറഞ്ഞാൽ നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഈ മഹത്തായ പ്രാർത്ഥന, ഇത് പ്രാരംഭ പ്രാർത്ഥനയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൻ്റെ തുടക്കത്തിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കി. ഇതല്ലാത്തതും ഉണ്ട് പ്രാരംഭ പ്രാർത്ഥനയായി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരാൾ നിസ്കാരം തുടങ്ങിയ ആ കാലം മുതൽ മരിക്കുന്നത് വരെ ഒരൊറ്റ ദിക്റിലായി അങ്ങനെ കഴിഞ്ഞുകൂടലല്ല, പിന്നെ വ്യത്യസ്തങ്ങളായ ദിക്റുകൾ പഠിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് നിസ്കാരത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കും. നിസ്കാരത്തിൽ ശ്രദ്ധിക്കാനും പറയുന്ന വാക്കുകൾ അർത്ഥമറിഞ്ഞുച്ചരിക്കാനും അതിൻ്റെ ആശയം ഉൾക്കൊള്ളാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പോഴാണ് നിസ്കാരം ജീവനുള്ള നിസ്കാരമായി തീരുക. അപ്പോഴാണ് നമ്മുടെ നിസ്കാരം ഖുശൂഉള്ള ഭക്തി നിർഭരമായ നിസ്കാരമായി തീരുക. അപ്പം അതിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മെ നന്നായി സഹായിക്കും. അതുകൊണ്ട് വ്യത്യസ്തങ്ങളായ ദിക്റുകൾ സഹോദരങ്ങളെ നമ്മൾ പഠിക്കണം. പിന്നീട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ് ഷെയ്ഖ് പറഞ്ഞത്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ്. അതിനുശേഷം മൂന്നാമത്തെ റുക്നിലേക്ക് കടന്നു. ഷെയ്ഖ് പറഞ്ഞു വഖിറാഅത്തുൽ ഫാത്തിഹത്തി റുക്നുൻ ഫീ കുല്ലി റക്അത്തിൻ, സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക എന്നത് എല്ലാ റക്അത്തിലും റുക്നാണ്. എല്ലാ റക്അത്തിലും സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യേണ്ടതുണ്ട്. അത് ആ നിസ്കാരത്തിൻ്റെ റുക്നിൽപ്പെട്ടതാണ്. കമാ ഫിൽ ഹദീസ്, ഹദീസിൽ വന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ സ്വലാത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബി വഹിയ ഉമ്മുൽ ഖുർആൻ. ആരാണോ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാത്തത് അവന് നിസ്കാരമില്ല. സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റൊരു പേരാണ് ഉമ്മുൽ ഖുർആൻ. സൂറത്തുൽ ഫാത്തിഹയുടെ ശ്രേഷ്ഠതകളും വ്യത്യസ്തങ്ങളായ പണ്ഡിതന്മാർ പറഞ്ഞ നാമങ്ങളും ഇൻഷാ അല്ലാഹ് നമുക്ക് സമയവും സന്ദർഭവും ഉണ്ടെങ്കിൽ അതിൻ്റെ തഫ്സീർ വേറെ തന്നെ പഠിക്കണം. സൂറത്തുൽ ഫാത്തിഹയുടെ വിശദമായ തഫ്സീർ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് പഠിക്കാം. ഈ കിതാബിൽ ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. ഷെയ്ഖും അത്രേ പറഞ്ഞിട്ടുള്ളൂ, അത് പറഞ്ഞു പോവുക എന്നത് മാത്രം. വിശദമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ സൂറത്തുൽ ഫാത്തിഹ ഒരുപാട് കാലമായി പാരായണം ചെയ്യുന്നു, പക്ഷെ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് അറിയാത്ത എത്രയോ ആളുകളുണ്ട്. ഒരു യാന്ത്രിക അവസ്ഥയാണ്, കൈകെട്ടും നിസ്കാരത്തിൽ ഇങ്ങനെ പാരായണം ചെയ്യും, അതല്ലാതെ ഇങ്ങനെ പാരായണം ചെയ്തു പോവുക എന്നതല്ലാതെ എന്താണ് ഇതിൻ്റെ അകത്തുള്ളത്? എന്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല 17 തവണ നിർബന്ധമായി എന്നെ കൊണ്ട് ഇത് പാരായണം ചെയ്യിപ്പിക്കുന്നത്? എന്താണ് ഈ സൂറത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്നൊക്കെ സഹോദരങ്ങളെ നമ്മൾ പഠിക്കണം. കാരണം നിസ്കാരത്തിൻ്റെ ഒരു റുക്നാണ് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യൽ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും. അതുപോലെ തന്നെ എല്ലാ റക്അത്തിലും ഇതുണ്ട്. എല്ലാ റക്അത്തിലും സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യണം. 17 റക്അത്തുകളാണ് 5 നേരത്തെ നിസ്കാരങ്ങൾ ഉള്ളത്. സുബ്ഹ് 2, ളുഹ്ർ 4, അസ്ർ 4, എത്രയായി? 10. മഗ്രിബ് 3, ഇശാ 4, 17 റക്അത്തുകൾ. ഈ 17 റക്അത്തുകളിലും സൂറത്തുൽ ഫാത്തിഹ എല്ലാവരും പാരായണം ചെയ്യണം. എല്ലാവരും, ഇമാമും മഅ്മൂമും ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളായാലും ശരി, നിസ്കാരത്തിൽ എല്ലാവരും പാരായണം ചെയ്യേണ്ടതുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, ഒരിക്കൽ സുബഹ് നിസ്കാരത്തിന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സഹാബത്ത് പിന്നിൽ നിന്ന് അത് പാരായണം ചെയ്യുന്നത്, ഖുർആൻ ഓതുന്നത് അവിടുന്ന് കേട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅല്ലക്കും തഖറഊന ഖൽഫ ഇമാമിക്കും, നിങ്ങളുടെ ഇമാമിന്റെ പിന്നിൽ നിന്ന് നിങ്ങളും ഓതുന്നുണ്ടോ? ഖാലു, സഹാബത്ത് പറഞ്ഞു, നഅം, അതെ, ഞങ്ങളും ഓതാറുണ്ട്. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലാ തഫ്അലു ഇല്ലാ ബിഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹത്തുൽ കിതാബ് അഥവാ സൂറത്തുൽ ഫാത്തിഹ അല്ലാതെ മറ്റൊന്നും നിങ്ങൾ പാരായണം ചെയ്യരുത്. അപ്പൊ സൂറത്തുൽ ഫാത്തിഹ എല്ലാവരും പാരായണം ചെയ്യണം. അതിനുശേഷം പിന്നീട് ഇമാമിന്റെ ഖിറാഅത്ത് കേൾക്കുക, ഉറക്കെ ഓതുന്ന നിസ്കാരത്തിലാണെങ്കിൽ. പല ആളുകളും ഇമാമിന്റെ കൂടെ തന്നെ ഓതുന്നതായി കാണാം. അങ്ങനെ ഓതേണ്ടതില്ല. സൂറത്തുൽ ഫാത്തിഹ ഓതി പിന്നീട് ഇമാമിന്റെ ഖിറാഅത്ത് ശ്രദ്ധിക്കുക. ഇനി ഉറക്കെ അല്ലാത്ത പതുക്കെ ഓതുന്ന നിസ്കാരത്തിലാണെങ്കിലോ നമുക്ക് സൂറത്തുകൾ ഓതാം, കുഴപ്പമില്ല. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. പറഞ്ഞു വന്നത്, സഹോദരങ്ങളെ, എല്ലാ റക്അത്തുകളിലും ഈ ഫാത്തിഹ ഓതേണ്ടതുണ്ട് എന്നത് ഇതിന്റെ പ്രാധാന്യം നമ്മെ ഉണർത്തുന്നു. ഇപ്പൊ സൂറത്തുൽ ഫാത്തിഹ അതിന്റെ ചുരുങ്ങിയ തഫ്സീർ, വിശദീകരണം ഷെയ്ഖ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ബിസ്മി കൊണ്ട് എന്താണോ ഒരാൾ ചെയ്യുന്നത്, ബിസ്മി പറഞ്ഞുകൊണ്ട് എന്താണോ ഒരാൾ പ്രവർത്തിക്കുന്നത്, അതാണ് അവിടെ അർത്ഥമാക്കുക. ഇപ്പൊ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞ് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, അങ്ങനെയുള്ള പ്രവൃത്തികൾ എന്താണോ നമ്മൾ ചെയ്യുന്നത് അതാണ് അവിടെ അർത്ഥം വെക്കുക. ഒരാൾ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? എങ്ങനെയാണ് അത് അർത്ഥം പറയുക? അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ വെള്ളം കുടിക്കുന്നു എന്നതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ നാമത്തിൽ, റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ഖുർആൻ പാരായണം ചെയ്യുന്നു. അതിന്റെ അർത്ഥം ഷെയ്ഖ് ഇവിടെ കൊടുക്കുന്നു, ബറകതൻ വസ്തിആനതൻ. ബിസ്മില്ല എന്നത് ആ ആദ്യത്തെ വാക്ക് ബിസ്മി, അതിലെ ബാ, ആ ബാ എന്നത് ഇസ്തിആനത്തിന്റെ ബാ ആണ്. അഥവാ അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ട് ബിസ്മില്ലാഹ്, അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു അല്ലെങ്കിൽ ഞാൻ പാരായണം ചെയ്യുന്നു എന്നാണല്ലോ അർത്ഥം വെക്കുക. അപ്പൊ അതിൽ ആ ഒരൊറ്റ വാക്കിൽ അടങ്ങിയിട്ടുള്ള ആശയം എന്നത് ബറകതൻ വസ്തിആനത്തിൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ നാമങ്ങൾ കൊണ്ടും ഞാൻ അനുഗ്രഹം തേടിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ നാമങ്ങളും എന്ന് അവിടെ അർത്ഥം കിട്ടും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ആ ആയത്തിൽ അല്ലെങ്കിൽ ആ വാക്കിൽ ശരിക്കും എത്ര പേരേ ഉള്ളൂ? എത്ര നാമങ്ങളേ ഉള്ളൂ? 3 നാമങ്ങളുണ്ട്, അള്ളാഹു, അർ റഹ്മാൻ, അർ റഹീം. എന്നാൽ അള്ളാഹുവിന്റെ മുഴുവൻ നാമങ്ങൾ അവിടെ ഉദ്ദേശിക്കപ്പെടുന്നു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സഹായം തേടിക്കൊണ്ട് അവന്റെ മുഴുവൻ നാമങ്ങളും ഇടനിർത്തിക്കൊണ്ട് ബറക്കത്തിനെ തേടിക്കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ഒരൊറ്റ വാക്കിൽ ഷെയ്ഖ് ഇവിടെ പറഞ്ഞതുപോലെ ഇസ്തിആനത്തുണ്ട്, സഹായ തേട്ടമുണ്ട്. അള്ളാഹുവെ, നീ എനിക്ക് സഹായം നൽകണേ എന്ന ചോദ്യം അതിലുണ്ട്. അതുപോലെ തന്നെ തബറുക്ക്, ബറക്കത്തിനെ തേടലുണ്ട്. എങ്ങനെയാണ് ബറക്കത്തിനെ തേടുന്നത്? അള്ളാഹുവിന്റെ
മുഴുവൻ നാമങ്ങളും മുൻനിർത്തിക്കൊണ്ട്. അതുപോലെ തന്നെ അത്തവസ്സുൽ, തവസ്സുലുണ്ട്, ഇടനിർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഇടയിൽ മുൻനിർത്തിക്കൊണ്ടുള്ള ചോദ്യം ഇതിലുണ്ട്. അങ്ങനെയുള്ള മഹത്തായ ആശയങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വാക്കാണ് സഹോദരങ്ങളെ ബിസ്മി എന്നത്. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട്, അതിലെ ബറക്കത്ത് തേടിക്കൊണ്ട്, അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുഖേന സഹായം തേടിക്കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു എന്ന് നമുക്ക് അർത്ഥം വെക്കാം. അള്ളാഹു എന്ന നാമം, അതിൻ്റെ അർത്ഥം പണ്ഡിതന്മാർ ആ നാമത്തെ പറയാറുള്ളത് ഇസ്മുൽ ജലാല എന്നാണ് പറയാറുള്ളത്. അള്ളാഹു നമുക്ക് അറിയിച്ചു തന്ന 99 നാമങ്ങൾ, അതല്ലാത്ത നാമങ്ങളും അള്ളാഹുവിനുണ്ട്. അതിലേറ്റവും ഒന്നാമത്തെ നാമമാണ് എന്ത്? അള്ളാഹു എന്ന നാമം. അതിലേക്കാണ് എല്ലാ നാമങ്ങളും ചെല്ലുന്നത്. അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു ഗഫൂറാണ് എന്നാണ് നമ്മൾ പറയുക. തിരിച്ചു പറയോ? ഇല്ല. എല്ലാ നാമങ്ങളും അതിലേക്ക് മടക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഈ നാമം എന്നത് ഏറ്റവും മഹത്തരമായ നാമമാണ്. അൽ ഇലാഹ് എന്ന വാക്കിൽ നിന്നാണ് ആ വാക്ക് വന്നിട്ടുള്ളത്. അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യൻ, ആരാധനക്കർഹതയുള്ളവൻ. യഥാർത്ഥത്തിൽ ആരാധനക്കർഹതയുള്ള ഒരേ ഒരുവനേ ഉള്ളൂ, അത് അള്ളാഹുവാണ്. അൽ ഇലാഹ് എന്ന വാക്കാണ്, അതിൽ നിന്നാണ് അള്ളാഹു എന്ന നാമം വന്നിട്ടുള്ളത്. അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ദുർ റഹ്മത്തിൽ വാസിഅ, അതിവിശാലമായ കാരുണ്യമുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. മലയാളത്തിലെ ഏറ്റവും നല്ല വാക്കാണ് അതിന് പരിഭാഷ നൽകിയിട്ടുള്ളത്. എന്താണ്? പരമ കാരുണികൻ. അതിൻ്റെ അപ്പുറത്തേക്ക് മലയാളത്തിൽ നല്ലൊരു സാഹിത്യ വാക്കില്ല. അതുകൊണ്ടാണ് പരമകാരുണികൻ എന്ന് മലയാളത്തിൽ വിവർത്തനം ചെയ്യപ്പെടാനുള്ള കാരണം. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അതിവിശാലമായ കാരുണ്യം അറിയിക്കുന്ന നാമമാണ് അർ റഹ്മാൻ. അള്ളാഹു എല്ലാവർക്കും അവൻ്റെ കാരുണ്യം നൽകും. അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അതിവിശാലമായ കാരുണ്യം ഉള്ളവൻ എന്നാണ് അർത്ഥം. അർ റഹീം എന്ന് പറഞ്ഞാൽ 2 രൂപത്തിൽ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ വഴിപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകമായി കാരുണ്യം ചെയ്യുന്നവൻ. കാരണം ആയത്തിൽ വന്നിട്ടുണ്ട് വകാന ബിൽ മുഅ്മിനീന റഹീമ, അള്ളാഹു തആല മുഅ്മിനീങ്ങളോട് കാരുണ്യമുള്ളവനാണ്. ആദ്യത്തെ അർത്ഥം അള്ളാഹു റഹ്മത്ത് ഉള്ളവനാണ്. റഹ്മാൻ എന്ന നാമത്തിന്റെ അർത്ഥം അള്ളാഹുവിന് റഹ്മത്തുണ്ട് എന്നതാണ്. അതാവട്ടെ വിശാലമായ റഹ്മത്താണ്. അവന്റെ സൃഷ്ടികളോട് അവനുള്ള റഹ്മത്ത് ഒരു മാതാവിന് അതിന്റെ കുഞ്ഞിനോടുള്ളതിനേക്കാൾ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അത്രയും അതിവിശാലമായ കാരുണ്യമുള്ളവനാണ് അള്ളാഹു എന്നതാണ് അർ റഹ്മാൻ എന്ന നാമത്തിന്റെ അർത്ഥം. ചുരുക്കി പറഞ്ഞാൽ അർ റഹീം എന്ന നാമത്തിന്റെ അർത്ഥം ഈ കാരുണ്യം അവന്റെ അടിമകൾക്ക് നൽകും, അത് പ്രത്യേകമായി മുഅ്മിനീങ്ങൾക്ക് നൽകും എന്നും വന്നിട്ടുണ്ട്. വേറെ ചില ആയത്തിൽ ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളോട് ദയയും കാരുണ്യവും ഉള്ളവനാണ് എന്നും വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ റഹ്മത്ത് അവന്റെ സൃഷ്ടികളിലേക്ക് എത്തിക്കുന്നവൻ, അഥവാ സൃഷ്ടികൾക്ക് റഹ്മത്ത് ചെയ്യുന്നവൻ എന്ന അർത്ഥമാണ് അർ റഹ്മാൻ എന്നതിനുള്ളത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. 2 രൂപത്തിലാണ് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന് മുഅ്മിനീങ്ങൾക്ക് മാത്രം, രണ്ടാമത്തത് അല്ല, എല്ലാവർക്കും അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കും. അഥവാ ഇഹലോകത്ത്
വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും അല്ലാഹു തആല കാരുണ്യം ചെയ്യാറുണ്ട്. മുഅ്മിനീങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും അല്ലാഹു തആല കാരുണ്യം ചെയ്യാറുണ്ട്. എന്നാൽ പരലോകത്ത് അല്ലാഹുവിന്റെ കാരുണ്യം ആർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ? മുഅ്മിനീങ്ങൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതൊക്കെ ഈ വിശദീകരണത്തിൽ നിന്നും വന്നതാണ്. ആയത്തുകൾ വിശദീകരിക്കവേ പണ്ഡിതന്മാർ ഈ രൂപത്തിൽ വ്യാഖ്യാനിച്ചതായി നമുക്ക് കാണാം. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ അറിയിക്കുന്ന, അവൻ കരുണയുള്ളവനാണ് എന്നറിയിക്കുന്ന, അവന്റെ കാരുണ്യം അവന്റെ സൃഷ്ടികൾക്ക് അവൻ നൽകും എന്നറിയിക്കുന്ന രണ്ട് നാമങ്ങളാണ് അർ റഹ്മാൻ, അർ റഹീം എന്ന നാമം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സൂറത്തുൽ ഫാത്തിഹ അതിലെ ആയത്താണോ ബിസ്മി അല്ലയോ എന്നതിൽ ചർച്ചയുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു, ഓരോ സൂറത്തിനെയും വേർതിരിക്കാൻ പ്രത്യേകമായി അള്ളാഹു ഇറക്കിയ ആയത്താണ് ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്നത്. സൂറത്തുൽ ഫാത്തിഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ പാരായണം ചെയ്യുമ്പോൾ ബിസ്മി പതുക്കെയായിരുന്നു ഓതിയിരുന്നത് എന്ന് ഹദീസിൽ കാണാം. അവിടുന്ന് ആരംഭിച്ചത്, ഉറക്കെ സഹാബത്ത് കേട്ടിരുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങിയിട്ടാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഷെയ്ഖ് പറയുന്നു, അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അൽഹംദു, അതിലെ ഹംദ്, അത് സനാഉൻ, അള്ളാഹുവിനുള്ള പുകഴ്ത്തലാണ്. അള്ളാഹുവിനെ പുകഴ്ത്തുന്ന, പ്രശംസിക്കുന്ന വാക്കാണ് അൽഹംദു എന്ന് പറഞ്ഞാൽ. വൽ അലിഫു വല്ലാമു ലിൽ ഇസ്തിഗ്റാഖി ജമീഇൽ മഹാമിദ്. അത് ഭാഷാപരമായ ഒരു ചർച്ചയാണ്. അലിഫ്ലാം ഇട്ടുകൊണ്ടാണ് അൽഹംദു എന്നാണ് വന്നിട്ടുള്ളത്, അല്ലേ? ഹംദ് എന്നല്ല, അലിഫ്ലാം ഒഴിവാക്കിയിട്ടല്ല, പിന്നെയോ അൽഹംദു എന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ അവിടെ അൽഹംദു എന്ന് അലിഫ്ലാമോടുകൂടി പറയുമ്പോൾ അവിടെ വന്ന ആ അലിഫും ലാമും സർവതും, അതല്ലെങ്കിൽ എല്ലാം എന്ന അർത്ഥം കിട്ടും. അറബി ഭാഷാപരമായ ഒരു ചർച്ചയാണ്, ഒരു നിയമമാണ്. നമ്മൾ അറബി പഠിക്കുമ്പോൾ, അറബി ഭാഷ പഠിക്കുമ്പോൾ നമുക്കറിയാം, അന്നക്കിറ വൽ മഅരിഫ എന്ന് പറഞ്ഞ് രണ്ട് തരത്തിലാണ് അറബിയിലെ വാക്കുകൾ ഉണ്ടാവുക. ഉദാഹരണം പറഞ്ഞാൽ കിതാബുൻ എന്നും നമുക്ക് കാണാം, അൽ കിതാബു എന്നും കാണാം. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഒന്നിന് അലിഫ്ലാം ഇല്ലാതെ കിതാബുൻ എന്ന് പറയുമ്പോൾ അതിന് അറബിയിൽ നക്കിറ എന്ന് പറയും, അഥവാ അറിയപ്പെടാത്തത്, ഏതെങ്കിലും ഒരു കിതാബ് എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുക. എന്നാൽ അൽ കിതാബ് എന്ന് പറയുമ്പോൾ അതിന് അൽ മഅരിഫ, അറിയപ്പെട്ടത് എന്നാണ് പറയുക, അഥവാ ഒരു പ്രത്യേകമായ ഒരു കിതാബാണ് അവിടെ ഉദ്ദേശം. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ അൽഹംദു എന്ന് പറഞ്ഞപ്പോൾ, അലിഫ്ലാം ചേർത്തുകൊണ്ട് പറഞ്ഞപ്പോൾ അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എല്ലാ ഹംദും ആർക്കാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെ അർത്ഥം വെക്കുന്നത്? സർവസ്തുതിയും സർവലോകങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനാകുന്നു. എവിടുന്നാണ് സർവസ്തുതിയും നമുക്ക് കിട്ടിയത്? അവിടെ ഉണ്ടോ? കുല്ലുൽ ഹംദ് എന്നുണ്ടോ? സാധാരണ എല്ലാം സർവതും എന്ന് പറയണമെങ്കിൽ അറബിയിൽ എന്ത് വേണം? കുല്ലുന്ന് വേണ്ടേ? അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലും ഒരു വാക്ക് അവിടെ അധികമായി വേണം? ഉണ്ടോ? ഇല്ല. അറബിയിൽ ഇങ്ങനെ ചില പ്രയോഗങ്ങളുണ്ട്, അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹു തആല ഉദ്ദേശിച്ച അർത്ഥം കിട്ടും. അതാണ് അലിഫ്ലാം അവിടെ വന്നു. ആ അലിഫ്ലാം കൊണ്ട് എന്ത് കിട്ടി? എല്ലാ ഹംദും അള്ളാഹുവിനാണ് എന്ന് കിട്ടി. അറബി ഭാഷയുടെ മനോഹാരിതയിൽപ്പെട്ടതാണിത്. ചുരുങ്ങിയ വാക്കുകളായിരിക്കും, ഒരുപാട് അർത്ഥം ഉണ്ടാവും. ഉണ്ടോ? ഒരു അലിഫ്ലാമിന്റെ വ്യത്യാസമുള്ളൂ, പക്ഷേ അതുകൊണ്ട് എന്താ ഉണ്ടായത്? സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു എന്ന് കിട്ടി. എന്തുകൊണ്ടാണ് സർവസ്തുതിയും എന്ന് പറയാനുള്ള കാരണം? ഒരു സമയം പോലും, ഒരവസ്ഥയിൽ പോലും അള്ളാഹുവിന് സ്തുതിക്ക് അർഹതയില്ലാത്ത ഒരു അവസ്ഥ വരുന്നില്ല.
കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഒരു നന്മ ലഭിച്ചാൽ അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയും. നന്മ കിട്ടിയാൽ എല്ലാവരും അൽഹംദുലില്ലാ എന്ന് പറയും, സംശയമില്ല. മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ പറയേണ്ടതാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ പ്രയാസം ഉണ്ടായാലോ അപ്പോഴും പറയണത് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അപ്പോഴും അള്ളാഹുവിന് ഹംദ് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. ഏത് അവസ്ഥയിലും ഹംദിന്, സ്തുതിക്ക് അർഹതയുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് എല്ലാ സ്തുതിയും, സർവസ്തുതിയും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാകുന്നു എന്നത് ആ ഒരൊറ്റ വാക്ക് നമുക്ക് കിട്ടും. അൽഹംദു എന്ന വാക്ക്, ആ ഒരു വാക്ക് കൊണ്ട് സർവസ്തുതിയും എന്ന് കിട്ടും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വഅമ്മൽ ജമീലുല്ലദി ലാ സുനഅ ലഹു ഫീഹി മിസ്ലുൽ ജമാലി വനഹ്വിഹി ഫസ്സനാഉ ബിഹി യുസമ്മ മദ്ഹൻ ലാ ഹംദൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സർവസ്തുതിയും എന്ന് പറഞ്ഞല്ലോ, എല്ലാ അവസ്ഥയിലും അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണത്? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇങ്ങനെ സ്തുതി പറഞ്ഞുകൊണ്ട് അവനെ പുകഴ്ത്താനുള്ള കാരണം എന്താണ്? ഇത് മറ്റുള്ള ആർക്കെങ്കിലും യോജിക്കുമോ? വേറെ ആരെ കുറിച്ചെങ്കിലും നമ്മൾ പുകഴ്ത്തി പറഞ്ഞു അല്ലെങ്കിൽ പ്രശംസിച്ചു, അതിന് നമ്മൾ പറഞ്ഞ ആ പുകഴ്ത്തലിനും പ്രശംസക്കും ഹംദ് എന്ന് പറയോ? നമ്മൾ ഒരാളെ കണ്ടപ്പോൾ അയാളുടെ നന്മകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അയാളെ പുകഴ്ത്തി പ്രശംസിച്ചു എന്ന് വിചാരിക്കാം. അതിന് നമ്മൾ ഒരിക്കലും അയാളെ ഹംദ് ചെയ്തു എന്ന് പറയോ? ഇല്ല. ഷെയ്ഖ് പറയുകയാണ്, വഅമ്മൽ ജമീൽ, ഇപ്പൊ ഭംഗിയുള്ള ഒരു കാര്യം നമ്മൾ കണ്ടു എന്ന് വിചാരിക്കുക. ആ ഭംഗി എന്നത് ഏതൊന്നിലാണോ നമ്മൾ കണ്ടത് അത് സ്വയം നിർമ്മിച്ചതല്ല. ഒരു നല്ലൊരു പൂവ് കണ്ടു, അല്ലെങ്കിൽ ഭംഗിയുള്ള ഒരാളെ കണ്ടു, നല്ല ഭംഗിയുള്ള ഒരു വീട് കണ്ടു, ഭംഗിയുള്ള ഒരു സ്ഥലം കണ്ടു, അതൊന്നും എന്തല്ല, അവര് സ്വയം ഉണ്ടാക്കിയതാണോ? അല്ല. പക്ഷേ നമ്മൾ അതിനെന്ത് ചെയ്യും? പുകഴ്ത്തും. നല്ല ഭംഗിയുള്ള വീട്, ഭംഗിയുള്ള പൂവ്, നല്ല മനുഷ്യൻ, നല്ല ഭംഗിയുള്ള ആൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ പുകഴ്ത്തൽ എന്താണ്? മദ്ഹ് മാത്രമാണ്. അതിനെ ഹംദ് എന്ന് പറയോ? ഇല്ല, പറയുകയില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമ്മൾ എന്ത് പുകഴ്ത്തി പറഞ്ഞാലും അതൊക്കെ എന്താണ്? അതൊക്കെ ഹംദാണ്. എനിക്കൊരു നന്മ കിട്ടി, അള്ളാഹു എനിക്ക് തന്നു, അള്ളാഹുവിന്റെ തൗഫീഖാണ് എന്നിങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞാൽ അതെന്താണ്? യഥാർത്ഥത്തിൽ അൽഹംദുലില്ലാ എന്ന് പറയുന്നത് അതിന് തുല്യമാണ്. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പുകഴ്ത്തുന്നത്, പ്രശംസിക്കുന്നത് മറ്റുള്ള എത്ര ഭംഗിയുള്ള, എത്ര നല്ല ഒന്നിനെ പുകഴ്ത്തുന്നതും പ്രശംസിക്കുന്നതും പോലെയല്ല. അള്ളാഹുവിനെ പുകഴ്ത്തുമ്പോൾ അത് ഹംദാണ്, അവനുള്ള സ്തുതിയാണ്. എന്നാൽ അവനല്ലാത്ത പടപ്പുകളെ നമ്മൾ പുകഴ്ത്തി പറയുമ്പോൾ, പ്രശംസിക്കുമ്പോൾ അതൊക്കെ എന്താണ്? അവർക്കുള്ള കേവല പുകഴ്ത്തലും പ്രശംസയും മാത്രമാണ്. വ്യത്യാസം മനസ്സിലായോ? അതുകൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആലക്കാകുന്നു സർവസ്തുതിയും. സ്തുതിക്ക് അർഹതപ്പെട്ടവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ-റബ്ബു, എന്താണ് റബ്ബ് എന്ന് പറഞ്ഞാൽ? ഹുവൽ മഅബൂദുൽ മാലികുൽ മുതസർരിഫു മുറബ്ബി ജമീഇൽ ആലമീന ബിനിഅമിഹി. റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ, അർ-റബ്ബ് എന്ന് പറഞ്ഞാൽ, ആ റബ്ബ് എന്ന വാക്കിൽ ചില കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? അൽ മഅബൂദ്, ആരാധിക്കപ്പെടുന്നവൻ, അൽ മാലിക്, ഉടമസ്ഥൻ, അൽ മുതസർരിഫ്, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവൻ, മുറബ്ബി ജമീഅൽ ആലമീന ബിനിഅമിഹി, തന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് സർവ്വലോകങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ എന്നൊക്കെയുള്ള അർത്ഥം അർ-റബ്ബ് എന്ന ആ ഒരൊറ്റ പദത്തിൽ അടങ്ങിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് സഹോദരങ്ങളെ
അള്ളാഹുവിനെ കുറിച്ച് റബ്ബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റബ്ബാവണമെങ്കിൽ സൃഷ്ടിക്കണം, നിയന്ത്രിക്കണം, ഉടമപ്പെടുത്തണം, കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള കഴിവ് വേണം. ഇതൊക്കെ ഉള്ളവനാണ് റബ്ബ്. ഇതൊന്നുമില്ലാത്തവർ ഒരിക്കലും റബ്ബാവുകയില്ല. ഭാഷാപരമായി റബ്ബ് എന്ന് ഉപയോഗിക്കാറുണ്ട്. എങ്ങനെ? യജമാനൻ, മുതലാളി എന്ന അർത്ഥത്തിൽ. ഏതുപോലെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കൂടെ ഉണ്ടായിരുന്ന രണ്ടാളുകളുടെ സ്വപ്നം, അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കവേ സൂറത്ത് യൂസുഫിൽ നമുക്ക് കാണാം, യാ സാഹിബൈ സിജ്നി അമ്മ അഹദുകുമാ ഫയസ്ഖി റബ്ബഹു ഖംറൻ. ജയിലിലെ എൻ്റെ രണ്ട് കൂട്ടുകാരെ എന്ന് വിളിച്ചുകൊണ്ട് അവരിൽ രണ്ടുപേരിൽ ഒരാൾ തൻ്റെ റബ്ബിന് അഥവാ തൻ്റെ യജമാനന് അഥവാ രാജാവിന് പഴയ ആ വീഞ്ഞൊഴിച്ചു കൊടുക്കുന്ന, കള്ളൊഴിച്ചു കൊടുക്കുന്ന ആ പണി തുടരും. മറ്റേയാളോ അയാളുടെ തലയിൽ പക്ഷി കൊത്തുന്നതായി കണ്ടു എന്ന് പറഞ്ഞാൽ അയാൾ കൊല്ലപ്പെടും, തൂക്കിലേറ്റപ്പെടും എന്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കവേ ആ ആയത്തിൽ റബ്ബഹു എന്നാണ് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്. അവിടെ റബ്ബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യജമാനൻ, രാജാവ്, മുതലാളി എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ്. അത് നിങ്ങൾ നോക്കൂ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ അർ റബ്ബ്, അതല്ലെങ്കിൽ റബ്ബുൽ ആലമീൻ എന്നൊക്കെ പറയും. എന്നാൽ പടപ്പുകളെ ഇതുപോലെയുള്ള യജമാനൻ, മുതലാളി എന്നൊക്കെ പറയുമ്പോൾ അവിടെ റബ്ബ് എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അലിഫ്ലാം ഇല്ലാതെയാണ് പ്രയോഗിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അൽ മഅബൂദ്, അവനാണ് ആരാധനക്ക് അർഹതയുള്ളവൻ. അതുപോലെ തന്നെ അവനാണ് സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും അധികാരപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. സർവ്വലോകങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിച്ച് നിയന്ത്രിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതാണ് സഹോദരങ്ങളെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അഥവാ സർവ്വലോകങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനാകുന്നു സർവ സ്തുതിയും. അതാണ് നേർക്ക് നേരെയുള്ള അതിൻ്റെ അർത്ഥം. അതിൽ ഹംദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, എല്ലാ ഹംദും അള്ളാഹുവിനാണ്. റബ്ബുൽ ആലമീൻ എന്ന് പറയുമ്പോൾ എല്ലാ ലോകവും. ആരെങ്കിലും ആയിരുന്നു ഒഴിവാവോ? നമ്മൾ കണ്ടതും കാണാത്തതുമായ സർവ്വലോകവും എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടോ, അള്ളാഹു അല്ലാത്ത എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ആലമാണ്, ലോകമാണ്, സൃഷ്ടികളാണ്. അതിൻ്റെ ഒക്കെ സൃഷ്ടാവാണ് അള്ളാഹു, അതിൻ്റെ ഒക്കെ നിയന്താവാണ് അള്ളാഹു, അതിൻ്റെ ഒക്കെ ഉടമസ്ഥനാണ് അള്ളാഹു. അതിൻ്റെ ഒക്കെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും നിയന്ത്രിക്കുന്നതും അതിൻ്റെ മാറ്റങ്ങൾ വരുത്തുന്നതും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. തൻ്റെ അനുഗ്രഹങ്ങൾ മുഖേന അവൻ അവന്റെ സൃഷ്ടികളെ തർബിയത്ത് ചെയ്തു കൊണ്ടുവരുന്നു. റബ്ബ് എന്ന് പറഞ്ഞാൽ തർബിയത്ത് ചെയ്തു കൊണ്ടുവന്നവൻ എന്ന അർത്ഥവുമുണ്ട്. ഇതുപോലെ ഇല്ലായ്മയിൽ നിന്നാണ്, നോക്കൂ, നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടു. പടിപടിയായി നമ്മളെ വളർത്തിക്കൊണ്ടുവന്നതാരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ഇരുട്ടുകൾക്കുള്ളിൽ നമ്മൾ ജീവിച്ചു മാസങ്ങളോളം. ആരാണ് നമ്മെ തർബിയത്ത് ചെയ്തത്? ആരാണ് നമുക്ക് വേണ്ട വായുവും വെള്ളവും കാര്യങ്ങളും ഒക്കെ സംവിധാനിച്ചത്? അള്ളാഹുവാണ്. അത് കഴിഞ്ഞ് പ്രസവിച്ചു. പിന്നീട് പടിപടിയായി നമ്മളിങ്ങനെ വളർന്നു വളർന്നു വന്നു. അള്ളാഹുവാണ് നമ്മെ തർബിയത്ത് ചെയ്തു കൊണ്ടുവന്നവൻ, സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിക്കുന്നവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ തർബിയത്ത് രണ്ട് രൂപത്തിലാണ്. അഥവാ എല്ലാവർക്കും കിട്ടുന്ന തർബിയത്ത് എല്ലാവർക്കും കിട്ടും. അഥവാ സൃഷ്ടിക്കുക, അനുഗ്രഹങ്ങളൊക്കെ നൽകുക, അങ്ങനെ പടിപടിയായി വളർത്തിക്കൊണ്ടുവരിക, അതെല്ലാവർക്കും കിട്ടും. രണ്ടാമത്തെ തർബിയത്ത് എന്താണ്? ആ ആളുകളിൽ നിന്ന് ഈമാനികമായി അള്ളാഹു തർബിയത്ത് ചെയ്തു കൊണ്ടുവരും. അതെല്ലാവർക്കും കിട്ടുമോ? ഇല്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളെയാണ് അള്ളാഹു തആല ഈമാൻ നൽകി തർബിയത്ത് ചെയ്തു കൊണ്ടുവരിക. അഥവാ ഈമാനിലായി കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അങ്ങനെ അതിലായി മരിപ്പിക്കും. ഇങ്ങനെ രണ്ട് രൂപത്തിൽ അള്ളാഹുവിന്റെ തർബിയത്തുണ്ട്.
ഏതായിരുന്നാലും സർവ്വലോകങ്ങളെയും സൃഷ്ടിച്ച് നിയന്ത്രിച്ച് പരിപാലിക്കുന്നവൻ അള്ളാഹുവാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആലക്കാകുന്നു സർവ സ്തുതിയും എന്നാണ് ആ ആയത്തിന്റെ അർത്ഥം. അർ റഹ്മാനിർ റഹീം, നേരത്തെ നമ്മൾ അതിന്റെ അർത്ഥം പറഞ്ഞു. ഷെയ്ഖ് പറയുന്നു, അർ റഹ്മാൻ റഹ്മതൻ ആമ്മതൻ ബിജമീഇൽ മഖ്ലൂഖാത്ത്, സർവ സൃഷ്ടികൾക്കും എല്ലാ സൃഷ്ടികൾക്കും പൊതുവായി ലഭിക്കുന്ന റഹ്മത്ത് നൽകുന്നവനാണ് അള്ളാഹു. അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും ഒരുപോലെ ഗുണം ചെയ്യും. അല്ലെ, ഈ ലോകത്ത് ഇവിടെ മുഅ്മിനെന്നോ കാഫിറെന്നോ നിഷേധിയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും കാരുണ്യം ചെയ്യുന്നുണ്ട്. സൂര്യനും ചന്ദ്രനും മഴയും കാറ്റും വെയിലും ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവും എല്ലാം. അല്ലെ, മതനിഷേധി അവൻ സംസാരിക്കുന്നത് അള്ളാഹു നൽകിയ നാവ് കൊണ്ടാണ്. ഏറ്റവും വലിയ അനുഗ്രഹമാണ്, അനുഗ്രഹങ്ങളിൽപ്പെട്ട അനുഗ്രഹമാണ്. അള്ളാഹുവിനെ ധിക്കരിക്കുന്നവനും ധിക്കരിക്കാത്തവനും എല്ലാവർക്കും ആമായി പൊതുവായി അനുഗ്രഹം ചൊരിയുന്നവൻ എന്നാണ് അർ റഹ്മാൻ എന്ന ആ നാമത്തിൽ അടങ്ങിയിട്ടുള്ളത്. അഥവാ അതിവിശാലമാണ് അള്ളാഹുവിന്റെ കാരുണ്യം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അർ റഹീം റഹ്മതൻ ഖാസതൻ ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് മാത്രം പ്രത്യേകമായി കാരുണ്യം ചെയ്യുന്നവൻ. വദ്ദലീലു ഖൗലുഹു തആല, അതിന്റെ തെളിവ് വകാന ബിൽ മുഅ്മിനീന റഹീമ എന്ന അല്ലാഹുവിന്റെ ആയത്താണ്. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു പറഞ്ഞു മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല പ്രത്യേകമായി കാരുണ്യം ചെയ്യും. രണ്ട് രൂപത്തിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രബലമായ വ്യാഖ്യാനം ഷെയ്ഖ് ഇവിടെ കൊടുത്തു എന്ന് മാത്രം. അർ റഹ്മാൻ അർ റഹീം എന്ന് പറഞ്ഞാൽ അർ റഹ്മാൻ എന്ന നാമത്തിന്റെ പേരിന്റെ അർത്ഥം, അർ റഹ്മാൻ എന്ന പേരിന്റെ അർത്ഥം എല്ലാവർക്കും കാരുണ്യം ചെയ്യുന്നവൻ. അർ റഹീം എന്ന് പറഞ്ഞാൽ അവന്റെ കാരുണ്യം സൃഷ്ടികൾക്ക് നൽകുന്നവൻ, അതിൽ പ്രത്യേകമായി മുഅ്മിനീങ്ങൾക്ക് നൽകുന്നവൻ എന്നും അർത്ഥം പറയാം. മാലികി യൗമിദ്ദീൻ, മാലികി യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥൻ. യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ യാനി യൗമുൽ ജസാഇ വൽ ഹിസാബി, ജസാഇന്റെയും ഹിസാബിന്റെയും ദിവസം. എന്താണ് ജസാ എന്ന് പറഞ്ഞാൽ? പ്രതിഫലം. ഹിസാബ് എന്ന് പറഞ്ഞാലോ വിചാരണയുടെയും പ്രതിഫലത്തിന്റെയും ദിവസം. യൗമ കുല്ലു യുജാസാ ബിഅമലിഹി ഇൻ ഖൈറൻ ഫഖൈറുൻ വ ഇൻ ശർറൻ ഫശർറുൻ. ഏതാണ് ആ ദിവസം? ഓരോരുത്തർക്കും തങ്ങൾ പ്രവർത്തിച്ചതിന് പ്രതിഫലം നൽകപ്പെടുന്ന ദിവസമാണത്. ഇൻ ഖൈറൻ ഫഖൈർ, ആരാണോ നന്മ പ്രവർത്തിച്ചത് അവന് നന്മ പ്രതിഫലം ഉണ്ടാകും. വ ഇൻ ശർറൻ ഫശർ, ആരാണോ തിന്മ പ്രവർത്തിച്ചത് അവന് അതിനനുസരിച്ചുള്ള പ്രതിഫലം നൽകപ്പെടും. വദ്ദലീലു ഖൗലുഹു തആല, അതിനുള്ള തെളിവ് അള്ളാഹുവിന്റെ ആയത്താകുന്നു. വമാ അദ്റാക മാ യൗമുദ്ദീൻ, അള്ളാഹു തആല ചോദിക്കുകയാണ് യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയുമോ? സുമ്മ മാ അദ്റാക മാ യൗമുദ്ദീൻ, വീണ്ടും അള്ളാഹു ചോദിക്കുകയാണ് യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയുമോ? എന്നിട്ട് അള്ളാഹു വിശദീകരിച്ചു, യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ഷൈഅൻ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. ഒരാത്മാവിനും ഒരാൾക്കും മറ്റൊരാൾക്ക് യാതൊന്നും ഉടമപ്പെടുത്താൻ സാധിക്കാത്ത ദിവസമാണത്. വൽ അംറു യൗമഇദിൻ ലില്ലാഹ്, കാര്യങ്ങളെല്ലാം അന്നേ ദിവസം അള്ളാഹുവിന്റെ കൈകളിലായിരിക്കും. അതാണ് യൗമുദ്ദീൻ. വൽ ഹദീസു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, അൽ കയ്യിസു, ബുദ്ധിമാൻ ആരാണ്? മൻ ദാന നഫ്സഹു, ആരാണോ തന്റെ സ്വന്തത്തെ വിചാരണ ചെയ്തത്, വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണാനന്തരം മരണശേഷത്തിനു വേണ്ടി പണിയെടുത്തത്, അവനാണ് ബുദ്ധിമാൻ. വൽ ആജിസ്, ദുർബലൻ, ദുർബലത കാണിച്ചവനാരാണ്? മൻ അത്ബഅ നഫ്സഹു ഹവാഹ,
ദേഹേച്ഛകളെ പിൻപറ്റുകയും വതമന്ന അലല്ലാഹിൽ അമാനി, എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം, പരലോകം, സ്വർഗം ഇതൊക്കെ പ്രതീക്ഷിച്ച് അങ്ങനെ ജീവിക്കുകയും ചെയ്തവനാണ്. ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കും. സഹോദരങ്ങളെ, ഇവിടെ മാലിക് യൗമിദ്ദീൻ എന്ന ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഈ മുൽക്ക് അറിയിക്കുന്ന ഇതുപോലെ ഓർമ്മപ്പെടുത്തിയ പല ആയത്തുകളും നമുക്ക് കാണാം. അതിൽപ്പെട്ട ആയത്തുകളാണ് സൂറത്തുൽ ഇൻഫിതാറിലെ ആയത്താണ് ശൈഖ് ഇവിടെ തെളിവായി കൊടുത്തിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മാലിക്കുൽ മുൽക്കാണ്, സർവാധിപത്യമുള്ളവനാണ്, എല്ലാ അധികാരവും ഉള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അവന്റെ മുൽക്ക്, അവന്റെ അധികാരം എന്നത് മറ്റുള്ള സൃഷ്ടികളുടെ അധികാരം പോലെയല്ല. അവന്റെ അധികാരം അതിൽ ഒരാൾക്കും യാതൊരു പങ്കുമില്ല. മാത്രമല്ല, എന്നെന്നും നിലനിൽക്കുന്ന അധികാരമാണ് അള്ളാഹുവിൻ്റെത്. ആ അധികാരം എങ്ങനെയൊക്കെ വിനിയോഗിക്കണം, ഉപയോഗിക്കണം, അതിനൊക്കെ കഴിവുള്ളവനുമാണ് അള്ളാഹു. സൃഷ്ടികൾ ഇങ്ങനെയല്ല. സൃഷ്ടികളുടെ അധികാരത്തിന്റെ പ്രത്യേകത എന്താണ്? ഒന്നല്ലെങ്കിൽ അവർ അധികാരം ഉപേക്ഷിക്കും, അല്ലെങ്കിൽ അധികാരം അവരെ ഉപേക്ഷിക്കും. ശാശ്വതമായി അധികാരം കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഒരാളുമില്ല. ലോകം അടക്കി ഭരിച്ചവർ പോലും കുറച്ചു കാലം കഴിഞ്ഞാൽ ഒരു അധികാരവുമില്ലാത്തവരായി ഒന്നല്ലെങ്കിൽ മരിച്ചു പോകും, അതല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്തി അതിനേക്കാൾ ശക്തന്മാർ വന്ന് അധികാരത്തിലേറും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അധികാരം എന്നത് അള്ളാഹു പറഞ്ഞതുപോലെ ഖുൽ, പറയുക, മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈ, സർവാധിപത്യവും ഏതൊരുവന്റെ കയ്യിലാണോ ആ അള്ളാഹു സുബ്ഹാനഹു വ തആല, എല്ലാ ആധിപത്യവും എല്ലാ അധികാരവും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൈകളിലാണ്. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും എല്ലാ അധികാരവും അള്ളാഹുവിന്റെ കയ്യിലാണ്. പിന്നെന്തിനാണ് സഹോദരങ്ങളെ ഇവിടെ പ്രത്യേകമായി പരലോകത്തെ അധികാരം പറഞ്ഞത്? എന്താണ് അള്ളാഹു തആല ഇവിടെ പരലോകത്തെ അധികാരത്തെ കുറിച്ച് പ്രത്യേകം പറയാനുള്ള കാരണം? എന്തുകൊണ്ടായിരിക്കും? വേറെ എന്തുകൊണ്ടായിരിക്കും? പണ്ഡിതന്മാർ പറഞ്ഞു, ഇതിൽ ഒന്നാമത്തെ കാര്യം ഇവർ പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അധികാരം വെളിപ്പെടുന്ന ദിവസമാണത്. അന്ന് ഒരാളും അധികാരിയായി ഉണ്ടാവുകയില്ല. ഉണ്ടാവോ? ഇല്ല. ദുനിയാവിൽ മരിക്കുന്നത് വരെ ഭരണത്തിലിരുന്ന അധികാരിയായിരുന്ന ആളുകൾ പോലും അവിടെ ഒരധികാരവും ഇല്ലാത്തവരാണ്. അന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അധികാരം എന്നൊരു കാര്യം ഉണ്ടാവുള്ളൂ. ബാക്കി ഒരാൾക്കും അധികാരം ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ഖിയാമത്ത് നാളിൽ ആകാശഭൂമികൾ അള്ളാഹുവിന്റെ കൈപ്പിടിയിൽ ഒതുക്കും. ഭൂമി ഒരു പിടുത്തത്തിൽ ഒതുക്കും. ആകാശങ്ങൾ പുസ്തകത്തിന്റെ പേജ് പോലെ, ഈ പേജ് ചുരുട്ടിപ്പിടിക്കുന്നത് പോലെ അള്ളാഹു തആല ചുരുട്ടിപ്പിടിക്കുമെന്നാണ് ഹദീസിലുള്ളത്. എന്നിട്ട് അള്ളാഹു ചോദിക്കും, ലിമനിൽ മുൽക്കുൽ യൗം, ഇന്ന ദിവസം ആർക്കാണ് അധികാരമുള്ളത്? ആരും മറുപടി പറയാനുണ്ടാവില്ല. അള്ളാഹു തന്നെ മറുപടി പറയും, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, സർവ്വതും അടക്കി ഭരിക്കുന്നവനായ ഏകനായ അള്ളാഹുവിനാകുന്നു. അന്ന് ഒരു ഭരണാധികാരിയുമില്ല, ഒരധികാരിയുമില്ല, ഒരാളും തന്നെ ഇല്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ അധികാരം വെളിപ്പെടുന്ന ദിവസമാണ്. അന്ന് ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞവരും ഒക്കെ അവിടെ ഉണ്ടാവും. അല്ലെ, ഫിറഔൻ അന റബ്ബുകുമുൽ അഅല എന്നാണ് പറഞ്ഞത്, ഞാനാണ് അത്യുന്നതനായ നിങ്ങളുടെ റബ്ബ്. അവനും അവിടെ ഒരു എങ്ങനെയാണ്? ഒന്നുമില്ലാത്തവനായിട്ടാണ്.
അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറഞ്ഞു മാലികി യൗമിദ്ദീൻ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറഞ്ഞു, ഇവിടെ മാലിക് യൗമിദ്ദീൻ എന്ന് അള്ളാഹു പറയാനുള്ള കാരണം തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞ രണ്ട് ആയത്തുകളും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എന്താണത്? തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞ രണ്ടായത്തുകൾ ഏതൊക്കെയാണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. അള്ളാഹു സർവ ലോകങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ആ ആയത്ത് നമ്മൾ കേൾക്കുമ്പോൾ, നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള പ്രതീക്ഷ, അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത്, സ്നേഹം ആ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകും. കാരണം അള്ളാഹുവിന് സ്തുതി പറയണമെങ്കിൽ അള്ളാഹുവിനോട് മഹബ്ബത്ത് വേണം. അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ അത് മനസ്സിൽ ഉണ്ടായിരിക്കണം, അത് നാവ് കൊണ്ട് പറയാൻ സാധിക്കണം, അത് അവയവങ്ങളിലൂടെ പ്രവർത്തിക്കാനൊക്കെ സാധിക്കണം. ഇതൊക്കെ അള്ളാഹുവിനോട് മഹബ്ബത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനാകുന്ന സർവസ്തുതിയും എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോടുള്ള മഹബ്ബത്താണ് അവിടെ ഉണ്ടാവുക. തൊട്ടടുത്തായത് എന്താ? അർറഹ്മാനിർ റഹീം. അവൻ അങ്ങേയറ്റത്തെ കാരുണ്യമുള്ളവനാണ്, അവന്റെ അടിമകൾക്ക് കാരുണ്യം ചെയ്യുന്നവനുമാണ്. മലയാളത്തിൽ നമ്മൾ അർത്ഥം പറയുമ്പോൾ പരമകാരുണികനും കരുണാനിധിയും എന്നർത്ഥം പറയും. ഈ രണ്ട് നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ആയത്തുകൾ ഒരാൾ പാരായണം ചെയ്യുമ്പോൾ, കേൾക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. അതിലൂടെ പ്രതീക്ഷയാണ് നമ്മുടെ കൽബിലേക്ക് കയറി വരിക. എന്നാൽ മാലികി യൗമിദ്ദീൻ എന്ന ആയത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രതിഫല ദിനം, പരലോകം, അത് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരു അടിമയുടെ മനസ്സിൽ അള്ളാഹുവിനോടുള്ള ഭയം ഉണ്ടാകും. മൂന്ന് കാര്യങ്ങളാണ് ഈ മൂന്ന് ആയത്തുകളിൽ സംഭവിക്കുന്നത്. അൽ ഹുബ്, അർ റജാ, അൽ ഖൗഫ്. സ്നേഹം, പ്രതീക്ഷ, ഭയം. ഇത് മൂന്നും സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നമ്മുടെ ഇബാദത്തുകളിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളൊരു ഇബാദത്ത് ചെയ്യുന്നു എന്ന് വിചാരിക്കാം, നമ്മൾ നിസ്കരിക്കുന്നു എന്ന് വിചാരിക്കാം. നിസ്കരിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിനോട് മഹബ്ബത്ത് ഉണ്ടാവണം. എൻ്റെ റബ്ബിനോടുള്ള സ്നേഹം അതെൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നാൽ മാത്രമേ അള്ളാഹുവിൻ്റെ മുന്നിൽ ആത്മാർത്ഥതയോടുകൂടി എനിക്ക് നിസ്കരിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഏത് ഇബാദത്തും ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനോടുള്ള സ്നേഹം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് എത്ര സമയമില്ലെങ്കിലും സമയമാകുമ്പോൾ പോയിട്ട് നിസ്കരിക്കുന്നത്. എന്തുകൊണ്ടാ? അള്ളാഹുവിനോടുള്ള മഹബ്ബത്താണ്. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാ? അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അള്ളാഹു പറഞ്ഞില്ലേ, മുഅ്മിനീങ്ങൾ, ഈമാനുള്ളവർ, അവർക്ക് അള്ളാഹുവിനോട് കഠിനമായ സ്നേഹമായിരിക്കും. അപ്പൊ നമ്മുടെ ഇബാദത്തിൽ ഒന്നാമതായി മഹബ്ബത്ത് ഉണ്ടായിരിക്കണം. ഈ ആയത്തിൽ ആ മഹബ്ബത്ത് വെളിപ്പെടുത്തുന്ന കാര്യമാണ്. പിന്നെയോ നമ്മുടെ ഇബാദത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ് പ്രതീക്ഷ. ഏതൊരു ഇബാദത്ത് നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് പ്രതീക്ഷ വേണം. ഇതെൻ്റെ റബ്ബ് സ്വീകരിക്കും, എന്നിട്ട് അതിന് പ്രതിഫലം നൽകും എന്ന പ്രതീക്ഷ വേണം. നിസ്കരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ഏത് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും പ്രതീക്ഷ വേണം. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്ന് വിചാരിച്ച് ചെയ്യരുത്. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പ്രതീക്ഷയോടുകൂടി മാത്രമേ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. അതോടൊപ്പം നമ്മുടെ ഇബാദത്തിൽ ഉണ്ടായിരിക്കേണ്ട കാര്യമാണെന്ത്? അൽ ഖൗഫ്, ഭയം. അള്ളാഹുവിൻ്റെ അദാബിനെ കുറിച്ചുള്ള ഭയം, അള്ളാഹു സ്വീകരിക്കാതിരിക്കുമോ എന്ന ഭയം.
കാരണം നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, നമ്മുടെ ചെയ്തികൾ കൊണ്ട്, നമ്മുടെ തെറ്റുകുറ്റങ്ങൾ കൊണ്ട്, നമ്മുടെ ന്യൂനതകൾ കൊണ്ട്, നമ്മുടെ കുറവുകൾ കൊണ്ട് ഒരുപക്ഷെ അള്ളാഹു സ്വീകരിക്കാതിരിക്കുമോ എന്ന ഭയം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഏതുപോലെ മുഅ്മിനീങ്ങളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, അവർ വല്ലദീന യൂതൂന മാ ആതൗ വഖുലൂബുഹും വജ്ലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. തങ്ങളുടെ റബ്ബ് നൽകിയതിൽ നിന്ന് അവർ ചിലവഴിക്കുമ്പോൾ, അഥവാ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോവേണ്ടതാണല്ലോ എന്നോർത്ത് അവരുടെ മനസ്സ് പേടിച്ചു വിറക്കും. ഈ ആയത്ത് ഇറങ്ങിയപ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചത്, നബിയെ, അവർ മദ്യപിക്കുന്നവരും മോഷ്ടിക്കുന്നവരും അങ്ങനെ തിന്മകൾ ചെയ്യുന്നവരുമാണോ? അതുകൊണ്ടാണോ അവർക്ക് പേടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല സിദ്ദീഖിന്റെ മകളെ, പിന്നെന്താ? അവർ നിസ്കരിക്കുന്നവരാണ്, അവർ നോമ്പെടുക്കുന്നവരാണ്, അവർ സക്കാത്ത് കൊടുക്കുന്നവരാണ്. പക്ഷേ അള്ളാഹു സ്വീകരിക്കാതിരിക്കുമോ എന്ന പേടിയും അവരുടെ മനസ്സിൽ ഉണ്ടായിരിക്കും. അത് മുഅ്മിനീങ്ങളുടെ അടയാളമാണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം, രണ്ടുപേരും കഅബ നിർമ്മിച്ചത് സ്വന്തം ഇഷ്ടപ്രകാരമാണോ? അല്ല, അള്ളാഹു പറഞ്ഞതുപോലെയാണ്. അള്ളാഹുവിന്റെ വഹീനാൽ റബ്ബ് പറഞ്ഞതുപോലെയാണ് ഓരോ കല്ലും പടുത്തത്. എന്നിട്ടോ അവസാനം എന്താ ചെയ്തത്? ആഘോഷിക്കാണോ ചെയ്തത്? പിന്നെയോ റബ്ബന തഖബ്ബൽ മിന്ന, അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ. ഈ ആയത്ത് പാരായണം ചെയ്ത് മുൻഗാമികളിൽപ്പെട്ട ഒരാൾ ഉഹൈബ് ഇബ്നുൽ വർദ് റഹിമഹുല്ലാ, അദ്ദേഹം കരയുകയുണ്ടായി. ഈ ആയത്ത് പാരായണം ചെയ്ത് കരയുകയുണ്ടായി. അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അദ്ദേഹം പറയുന്നു, ഖലീലുർ റഹ്മാൻ, അള്ളാഹുവിന്റെ ഉറ്റമിത്രം ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഭവനമാണ് നിർമ്മിക്കുന്നത്, സ്വന്തം വീടല്ല. പിന്നെയോ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് നിർമ്മിക്കുന്നത്. എന്നിട്ട് അതിന്റെ അവസാനത്തിൽ പറയുകയാണ്, അള്ളാഹുവെ സ്വീകരിക്കണേ. നമ്മളോ നേരെ തിരിച്ചാണ്. 100-ൽ 100 മാർക്ക് കിട്ടിയിട്ട് വിജയിച്ചടക്കിയതുപോലെയാണ് നമ്മൾ ഓരോ ഇബാദത്തിൽ നിന്നും വിരമിക്കുക. എന്നാൽ മുഅ്മിനീങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. യഥാർത്ഥ മുഅ്മിനീങ്ങൾ അവർ പ്രവർത്തിക്കുന്നതോടൊപ്പം അവരുടെ മനസ്സിൽ പേടിയുണ്ടാവും. അമ്പിയാക്കളെ കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ, ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്തി, തീർച്ചയായും അവർ നന്മകളിൽ മുന്നേറുന്നവരാണ്, സുറഅത്തുള്ളവരാണ്, വേഗത്തിൽ ധൃതിപ്പെട്ട് മുന്നേറും. വയദ്ഊനനാ റഹബൻ വറഗബൻ, അതോടൊപ്പം പേടിയോടെയും ഭയത്തോടെയും പ്രതീക്ഷയോടെയും നമ്മോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ്. നബിമാരെങ്ങനെയാണ്? സഹോദരങ്ങളെ, 3 അടിസ്ഥാനങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ഇബാദത്തുകളിൽ ഉണ്ടായിരിക്കേണ്ട 3 അടിസ്ഥാനങ്ങൾ സൂറത്തുൽ ഫാത്തിഹ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഞാനിത് പാരായണം ചെയ്യുന്നത് എൻ്റെ റബ്ബിനോടുള്ള സ്നേഹമാണ് എൻ്റെ മനസ്സിൽ എന്ന് സഹോദരങ്ങളെ നമുക്ക് തോന്നിയിട്ടുണ്ടോ? ഇത്രയും കാലമായിട്ട്, എത്ര കാലമായി നമ്മൾ പാരായണം ചെയ്യുന്നു? അർ-റഹ്മാൻ റഹീം എന്ന ആയത്ത് പാരായണം ചെയ്യുമ്പോൾ റബ്ബിലുള്ള പ്രതീക്ഷ, അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്, അവൻ കാരുണ്യം ചെയ്യുന്നവനാണ്, അവൻ പുറത്തു തരുന്നവനാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടോ? നമ്മൾ ചിന്തിച്ചു നോക്കണം. മാലിക് യൗമിദ്ദീൻ എന്ന ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ഈ നിന്നതുപോലെ അള്ളാഹുവിന്റെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ടതാണല്ലോ ഞാൻ എന്ന പേടി നമ്മുടെ അമലുകളെ കുറിച്ച്, നാം ചെയ്ത നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച്, വേണ്ട ആ നിസ്കരിക്കുന്ന നിസ്കാരത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? സൂറത്തുൽ ഫാത്തിഹ അത് രഹസ്യങ്ങളുടെ കലവറയാണ്. അതുകൊണ്ട് നോക്കൂ നിങ്ങൾ, ഈ മാലിക് യൗമിദ്ദീൻ എന്ന ആയത്ത് പാരായണം ചെയ്യുമ്പോൾ തൊട്ടു മുന്നേ ഉള്ള 2 ആയത്തുകളും കൂടി ചേർത്ത് വെച്ചാൽ ഈ ഫായിദ, ഈ ഗുണപാഠം നമുക്ക് കിട്ടും. പരലോകം അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു ദീൻ, മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞത് യൗമുൽ
ജസാഇ വൽ ഹിസാബ്. അന്നേ ദിവസം വിചാരണ ചെയ്യും, എന്നിട്ട് അള്ളാഹു പ്രതിഫലം നൽകും. ഓരോരുത്തരും ചെയ്തതിന് എന്താണോ കർമ്മങ്ങൾ അതിനുള്ള തിക്തഫലം. ഖൈറാണെങ്കിൽ ഖൈർ, ഇൻ ഖൈറൻ ഫഖൈർ വ ഇൻ ശർറൻ ഫശർ. അതുകൊണ്ട് ഓരോ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ നിസ്കാരത്തിൽ പാരായണം ചെയ്യുമ്പോഴും നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കാൻ സഹോദരങ്ങളെ നമുക്ക് ഓർമ്മ വരേണ്ടതുണ്ട്. നമ്മുടെ കർമ്മങ്ങളെക്കുറിച്ച്, നമ്മുടെ ജീവിതം, നമ്മുടെ വിശ്വാസം, നമ്മുടെ കർമ്മ ആചാര അനുഷ്ഠാനം തുടങ്ങിയ ഓരോന്നും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതാണ് ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് ചോദിച്ചത്. വമാ അദ്റാക മാ യൗമുദ്ദീൻ. യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയുമോ? സുമ്മ വീണ്ടും യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയുമോ? യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ഷൈഅ. ഒരാത്മാവും ഒരാളും മറ്റൊരാൾക്ക് വേണ്ടി ഒന്നും ഉടമപ്പെടുത്താത്ത ദിവസം. ഒരാളും മറ്റൊരാളുടേത് കണ്ടിട്ട് ആശ വെക്കേണ്ട അവിടെ രക്ഷപ്പെടാമെന്ന്. അവനവന്റെ കയ്യിലുണ്ടോ രക്ഷപ്പെടാം. അവനവൻ എന്താണോ ചെയ്തത് രക്ഷപ്പെടാം. നമ്മൾ ചെയ്യുന്ന ഒക്കെ തെറ്റാണ്, നമ്മളെ കൈപിടിക്കാൻ വേറെ ആൾക്കാർ അവിടെ ഉണ്ട് എന്നാരും വിചാരിക്കേണ്ടതില്ല. എന്നെ പേടിച്ചോർക്ക് ഏതും പേടിക്കേണ്ട എന്ന് ചില ആളുകൾ പറയാറുണ്ട്. ആരെ പിടിച്ചിട്ട് കാര്യമില്ല. അവിടെ നഫ്സി നഫ്സി, എൻ്റെ സ്വന്തം, ഞാൻ. നബിമാര് വരെ, ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതലുള്ള നബിമാരുടെ അടുക്കലേക്ക് ആളുകൾ പോകും ഒന്ന് വിചാരണക്കെടുക്കാൻ പറയാൻ, ഒന്ന് ആ നൃത്തം അവസാനിപ്പിക്കാൻ. എല്ലാവരും കൈയൊഴിയും. അവരവർ പേടിച്ചിട്ടുണ്ട്. അവരൊക്കെ സ്വർഗത്തിലാണ്, ഒരു സംശയമില്ല. നബിമാർ സ്വർഗത്തിലാണ്. പക്ഷെ എന്നാലും അവർ പേടിച്ചു ഉറച്ചിട്ടായിരിക്കും. അതുകൊണ്ട് പരലോകത്ത് സഹോദരങ്ങളെ അന്ന് ഒരാൾക്കും ഉപ്പ നന്നായിട്ടുണ്ട്, ഞാൻ എങ്ങനെ ജീവിച്ചാലും വേണ്ടില്ല എന്ന് ഒരു മക്കളും വിചാരിക്കേണ്ടതില്ല. മക്കൾ കുറേ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഓൻ എന്റെ കൈ പിടിച്ചോളും എന്നൊരാളും വിചാരിക്കേണ്ടതില്ല. ഭർത്താവ് നല്ല മനുഷ്യനാണ്, 5 നേരം നിസ്കരിക്കേണ്ട എല്ലാം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഭാര്യ വിചാരിക്കേണ്ടതില്ല മൂപ്പരെ ഇവിടുന്ന് കൈപിടിച്ചു കൊണ്ടുപോകുന്നത് പോലെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകും. ഇല്ല, ഒരാളും രക്ഷപ്പെടുത്താൻ ഉണ്ടാവുകയില്ല. എന്റെ കർമ്മം, എന്റെ അമൽ, ഞാൻ എന്ത് പ്രവർത്തിച്ചോ അതാണ് എനിക്ക്. പിന്നെ ഞാൻ ചെയ്തു വെച്ചതിന്റെ അനന്തരഫലം, അഥവാ മരിക്കുന്നതിന് മുന്നേ ജാരിയായ ഖിയാമത്ത് നാൾ വരെ തുടർന്നു പോവാൻ മാത്രമുള്ള വല്ല കാര്യങ്ങളും ഉണ്ടോ, അതിന്റെ പ്രതിഫലവും എന്റെ ഖബറിലേക്ക് എത്തും. ഇൽമു പഠിപ്പിച്ചു കൊടുക്കൽ, സ്ഥിരമായി ഉപകാരമെടുക്കപ്പെടുന്ന മുസാഫ്, കിണർ, മസ്ജിദ് പോലെയുള്ള സ്വതക്കകൾ ചെയ്താൽ, അതുപോലെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, സ്വാലിഹീങ്ങളായ മക്കൾ, ഇതൊക്കെ നമുക്ക് പിന്നെയും പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അതല്ലാത്ത ഒന്നിലും നമ്മുടെ പ്രതീക്ഷ വേണ്ടതില്ല. ഒരാളും നമ്മളെ രക്ഷപ്പെടുത്താനില്ല എന്നത് സഹോദരങ്ങളെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. വൽ അംറു യൗമ ഇദിൻ ലില്ലാഹ്. അന്നേ ദിവസം കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ കയ്യിലായിരിക്കും. അള്ളാഹു റബ്ബുൽ ആലമീൻ, അവൻ മാത്രം. അള്ളാഹു ആണ് അവിടുന്ന് സംസാരിക്കുക. പരിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകൾ കാണാം. ശ്വാസം ഇങ്ങനെ പോകുന്ന ആ ഒരു ശബ്ദം ഉണ്ടല്ലോ, അതല്ലാത്ത വേറൊന്നും ഉണ്ടാവില്ല. നിശബ്ദതയായിരിക്കും, നിശ്ചലമായിരിക്കും. എന്തായിരിക്കും ആ അവസ്ഥ? സുബ്ഹാനല്ലാഹ്. അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാലുകൾ ചലിപ്പിക്കാൻ അനുവാദം തരികയില്ല, ചില ചോദ്യങ്ങൾ ചോദിച്ചാലല്ലാതെ, അതിന് ഉത്തരം പറഞ്ഞാലല്ലാതെ. ആയുസ്സിനെ കുറിച്ച് ചോദിക്കും, കർമ്മങ്ങളെ കുറിച്ച് ചോദിക്കും, സമ്പത്തിനെ കുറിച്ച് ചോദിക്കും, അങ്ങനെ പല ചോദ്യങ്ങളും ചോദിക്കും. അതിന് ഉത്തരം പറഞ്ഞാലല്ലാതെ കാലുകൾ അനക്കാൻ സാധിക്കുകയില്ല, സംസാരിക്കാൻ സാധിക്കുകയില്ല, അള്ളാഹു അനുവദിച്ചാലല്ലാതെ. എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാം? ഇല്ല, ഒരു രക്ഷയില്ല. പരലോകം എന്നത് അതിഭീകരമാണ്, അതികഠിനമാണ്. അതാണ് സഹോദരങ്ങളെ നമ്മുടെ മുൻഗാമികളെ ഭയപ്പെടുത്തിയിരുന്നത്. അവരൊക്കെ പേടിച്ച് ജീവിച്ചത്, അവരൊക്കെ അള്ളാഹുവിനെ സൂക്ഷിച്ചത്, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ അനുസരിച്ചത്, ജീവിതം നന്നാക്കിയത്, കൃത്യമായി ഇസ്ലാം മുറുകെ പിടിച്ച് ജീവിച്ചത്, അതിൻ്റെ പേരിൽ വരുന്ന പരീക്ഷണങ്ങളൊക്കെ സഹിച്ചത്, ത്യാഗങ്ങൾ സഹിച്ചത് ഒക്കെ ഈ പരലോകത്തിന് വേണ്ടിയിട്ടാണ്. ഈ പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഈ നൃത്തം, ആ നൃത്തത്തിൽ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി അതിൻ്റെ
ഖൈറായ പ്രതിഫലം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതൊന്നും ഓർമ്മയില്ലാത്ത എന്തുകൊണ്ടാണ്? നമ്മൾ കൈകെട്ടും, എന്നും ചൊല്ലുന്നത് ചൊല്ലും, എന്നും ഓതും, എപ്പോഴും കുല്ലുവല്ലായിരിക്കും, എപ്പോഴും കുലൗദുറുബിൽ ഫലക്ക് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഇന്നാകത്തൈനാക്കൽ കൗസറായിരിക്കും. അത് വിട്ടിട്ടൊരു ചിന്ത നമുക്ക് എത്തുന്നില്ല. കാരണം എന്താ? നമുക്ക് സമയമില്ല. കിട്ടിയ സമയത്ത് പോയി നിസ്കരിക്കാൻ, ആ നിസ്കാരത്തിൽ തന്നെ 100 കൂട്ടം ചിന്തകളായിരിക്കും. അപ്പോഴാണ് മറന്നതൊക്കെ ഓർമ്മ വരിക. അതിനിടയിൽ യൗമു അൽ ആഖിർ, യൗമുദ്ദീൻ, ഇതൊക്കെ സഹോദരങ്ങളെ ചിന്തിക്കുക എന്നത് നമ്മുടെ നിസ്കാരത്തെ, നമ്മുടെ ജീവിതത്തെ നന്നാക്കാൻ കാരണമാണ്. ഇത് തമാശ പറയുന്നതല്ല. ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ നിസ്കാരത്തിൽ ഇതാ ഇൻഷാ അല്ലാഹ് അടുത്ത വക്ത് നമ്മൾ നിസ്കരിക്കുമല്ലോ, നമ്മുടെ മനസ്സിലേക്ക് ഇത് കയറി വരുന്നുണ്ടോ നമ്മൾ നോക്കണം. സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ ഈ ആശയ അർത്ഥങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ യൗമുൽ ജസാഇ വൽ ഹിസാബ്, പ്രതിഫലത്തിന്റെ, വിചാരണയുടെ ദിവസമാണ്. അന്നേ ദിവസം അള്ളാഹു എല്ലാവർക്കും അവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് പ്രതിഫലം നൽകും. അൽയൗമ തുജ്സ കുല്ലു നഫ്സിൻ ബിമാ കസബത്, സൂറത്തു ഗാഫിറിൽ അള്ളാഹു പറഞ്ഞതുപോലെ ഇന്നേ ദിവസം ഓരോരുത്തരും എന്താണോ പ്രവർത്തിച്ചത് അതിന് തിക്തഫലം അള്ളാഹു നൽകുന്നതാണ്. ഒരാളോടും അന്ന് അനീതി കാണിക്കുകയില്ല, ഒരാളും അന്ന് അനീതിക്ക് വിധേയമാവുകയില്ല. അതാണ് അവിടുത്തെ പ്രത്യേകത. ഒരാളും അനീതിക്ക് വിധേയമാവുകയില്ല, നീതി മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. അള്ളാഹു തആല മുഅ്മിനീകൾക്ക്, വിശ്വാസികൾക്ക് ഇഹലോകത്ത് അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകും, പരലോകത്തും പ്രതിഫലം നൽകും. എന്നാൽ നിഷേധികളായ ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, അവർ നന്മ ചെയ്താൽ ദുനിയാവിൽ അവർക്ക് അതിൻ്റെ തിക്തഫലം അള്ളാഹു നൽകും, പരലോകത്താവട്ടെ അവർക്ക് യാതൊന്നും ലഭിക്കുകയില്ല. ഒരു വിശ്വാസിയല്ലാത്ത ഒരാൾ ഇവിടെ നന്മ ചെയ്താൽ അത് അള്ളാഹു ഇവിടെ തന്നെ കൊടുത്തു വിട്ടും, ഇവിടെ തന്നെ എന്തെങ്കിലും നന്മകൾ പകരമായി അള്ളാഹു നൽകും, പരലോകത്തേക്ക് മാറ്റിവെക്കുകയില്ല, പരലോകത്തൊന്നും ഉണ്ടാവുകയില്ല. എന്നാൽ മുഅ്മിനിന് ഇഹലോകത്തും പരലോകത്തും അള്ളാഹു നന്മകൾ നൽകും, പ്രതിഫലം നൽകും. അള്ളാഹു ഒരാളോടും അനീതി കാണിക്കുകയില്ല. അതാണ് സഹോദരങ്ങളെ മാലിക് യൗമിദ്ദീൻ എന്ന ആയത്ത്. എന്താണ് അതിൻ്റെ അർത്ഥം? പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം പാരായണം ചെയ്തു വന്ന ആയത്തുകൾ തുടക്കത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞില്ലേ? സർവ്വലോകങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. പിന്നീട് ആ അർത്ഥത്തിലേക്കാണ് ഈ ആയത്തുകളൊക്കെ ചെന്ന് ചേരുന്നത്. അവൻ, ആ റബ്ബ്, നമ്മളിപ്പോ പറഞ്ഞ സർവസ്തുതിക്കും അർഹതപ്പെട്ടവനായ ആ റബ്ബുണ്ടല്ലോ, അവൻ റഹ്മാനാണ്, റഹീമാണ്, അവൻ പരമകാരുണികനാണ്, അവന്റെ അടിമകൾക്ക് കരുണ ചെയ്യുന്നവനാണ്, അവൻ പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനാണ്. ഇങ്ങനെയാണ് അതിന് അർത്ഥം വെക്കേണ്ടത്, ഇങ്ങനെയാണ് അതിന് അർത്ഥം പറയേണ്ടത്. ഇപ്പൊ 3 ആയത്തുകളുടെ അർത്ഥം പഠിച്ചില്ലേ? എന്തൊക്കെയാണെന്ന് പറഞ്ഞ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്താണ് അർത്ഥം? സർവ്വലോകങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അർറഹ്മാനിർ റഹീം, അവൻ പരമകാരുണികനാണ്, അങ്ങേയറ്റത്തെ കാരുണ്യമുള്ളവനാണ്. അതുപോലെ അവൻ അവന്റെ അടിമകൾക്ക്, സൃഷ്ടികൾക്ക് കരുണ ചെയ്യുന്നവനുമാണ്, പ്രത്യേകിച്ച് മുഅ്മിനീങ്ങൾക്ക് കരുണ ചെയ്യുന്നവനാണ്. മാലിക് യൗമിദ്ദീൻ, അവൻ പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനാകുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അടുത്ത ആയത്ത്. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. ഐ ലാ നഅ്ബുദു ഗൈറക, അല്ലാഹുവേ നീയല്ലാത്ത ഒരാളെയും ഞങ്ങൾ ആരാധിക്കുകയില്ല. അഹ്ദുൻ ബൈനൽ അബ്ദി വ ബൈന റബ്ബിഹി, ഈ പറഞ്ഞ വാക്ക് അള്ളാഹുവിനും അവന്റെ അടിമക്കും ഇടയിലുള്ള കരാറാണ്. അല്ലാ യഅ്ബുദ ഇല്ലാ ഇയ്യാഹു,
അവനെ അല്ലാതെ ആരാധിക്കുകയില്ല എന്ന ആ വാക്ക്, അത് കരാറാണ് യഥാർത്ഥത്തിൽ. വഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നു. അഹദുൻ ബൈനൽ അബ്ദി വബൈന റബ്ബിഹി അല്ലാ യസ്തഈന ബിഅഹദിൻ സിവാഹു, അള്ളാഹുവും ഒരടിമയും തമ്മിലുള്ള കരാറാണത്. അള്ളാഹുവിനോട് ചോദിക്കേണ്ടതായ സഹായ തേട്ടം അള്ളാഹുവിന് പുറമേ ഉള്ള ഒരാളോടും ചോദിക്കുകയില്ല. ഈ രണ്ട് വാക്കുകൾ ഉൾക്കൊള്ളുന്ന ആയത്ത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നത് സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി ഓരോ അടിമയും ഏർപ്പെട്ടിട്ടുള്ള കരാറാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ ആദ്യ ഭാഗം അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന അള്ളാഹുവിനുള്ള വാക്കുകളാണ്, ആയത്തുകളാണ്. രണ്ടാമത്തെ ഭാഗം സൃഷ്ടികൾക്കുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കാണാം. ഖസംതു സ്വലാത ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ. നിസ്കാരം, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരം എന്നാണ്. അവിടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹ എന്നാണ് അർത്ഥം. സൂറത്തുൽ ഫാത്തിഹ എനിക്കും എൻ്റെ അടിമക്കുമിടയിൽ രണ്ടായി ഞാൻ വീതിച്ചിരിക്കുന്നു. എന്താണ് രണ്ടായി വീതിക്കാന്ന് പറഞ്ഞാൽ? നമ്മൾ ഇതുവരെ വിശദീകരിച്ച 3 ആയത്തുകൾ അത് അള്ളാഹുവിനെ കുറിച്ചാണ്, അല്ലേ? അള്ളാഹുവിന് സ്തുതി പറഞ്ഞ്, അള്ളാഹുവിനുള്ള വിശേഷണങ്ങൾ പറഞ്ഞ്, അവൻ പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനാണ് എന്നൊക്കെയുള്ള റബ്ബിനെ കുറിച്ചുള്ള വിശേഷണങ്ങളാണ് ആദ്യത്തെ ഭാഗം. ഇനിയുള്ള ഭാഗം സൃഷ്ടികൾക്കുള്ളതാണ്, അഥവാ അടിമകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഈ ആയത്തൊന്ന് അർത്ഥം വെച്ചേ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ആദ്യം അർത്ഥം വെച്ച 3 ആയത്തുകളും ഈ ആയത്തും തമ്മിൽ എന്താ വ്യത്യാസം? എന്താ വ്യത്യാസം? പുതിയ ആൾക്കാർ പറയട്ടെ, എന്താ വ്യത്യാസം? എന്താണ്? പ്രാർത്ഥന ഉണ്ട്. അതല്ലാത്ത വേറെന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അതല്ലാത്ത വേറെന്തെങ്കിലും അർത്ഥത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അഭിസംബോധനയിൽ വ്യത്യാസം ഉണ്ടോ? പറഞ്ഞോളൂ. ഉണ്ടോ? നമ്മള് തിരിച്ചങ്ങോട്ട് പറയുന്നില്ലേ? പൂർത്തിയായില്ല, പൂർണ്ണമായിട്ടില്ല. എന്താണ്? ഒരു വ്യത്യാസമുണ്ട്, പ്രധാനപ്പെട്ട വ്യത്യാസമുണ്ട്. ആരാ കൃത്യമായിട്ട് പറയാ? ഒരു കാര്യം ചെയ്യാം, അത് ഒരു ഹോംവർക്ക് ആയിട്ട് തരാം. വേറെ എവിടെയും ചോദിക്കരുത്, നെറ്റിലൊന്നും അടിക്കരുത്, ആരോടും ചോദിക്കരുത്. സൂറത്തുൽ ഫാത്തിഹ ഓതി നോക്കിയിട്ട്, പാരായണം ചെയ്ത് നോക്കിയിട്ട് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ആരും പരസ്പരം ചർച്ച ചെയ്യരുത്, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കരുത്. അല്ലേ? റെഡിയല്ലേ? അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ കൃത്യമായ ഉത്തരവായിട്ട് വരിക. നോക്കട്ടെ, നിങ്ങൾ ആർക്കാ ചിന്തിക്കാൻ പറ്റുന്നത് നോക്കാം. ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തം ഉണ്ടെന്നാണ്, അല്ലേ? ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാർ കയ്യിൽ ഉൾപ്പെടും കേട്ടോ. എല്ലാവരോടും ചോദിക്കും. ഇനി അടുത്ത ആഴ്ച വരാതിരിക്കരുത് കേട്ടാ. ചിന്തിച്ചു നോക്ക് ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ ആയത്തുകൾ, അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് അള്ളാഹു കൽപ്പിച്ചതാണ്. അഫല യതദബ്ബറൂനൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അതല്ല അവരുടെ ഹൃദയങ്ങൾ പൂട്ടിയിരിക്കുകയാണോ? നമ്മൾ ഹൃദയങ്ങൾ പൂട്ടിയിരിക്കുകയാണോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. അർത്ഥം, മലയാളത്തിലുള്ള അർത്ഥവും ആയത്തും ഇങ്ങനെ നോക്കി നോക്കുക. ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച പറയാം ഇൻഷാ അല്ലാഹ്.
കയ്യിലുള്ളതാണ്, പക്ഷെ അതല്ല ഉത്തരം. എന്തായാലും ഒരാഴ്ച സമയം തരാം ഇൻഷാ അല്ലാഹ്. അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. വേറൊന്നും കേൾക്കാനോ ചോദിക്കാനോ ഒന്നും പാടില്ല. സ്വന്തമായിട്ട് ഇത് മാത്രം നോക്കിയിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. റെഡിയല്ലേ? അവിടെ കേട്ടെ ഇൻഷാ അല്ലാഹ്. മഗ്‌രിബ് നേരത്തെ ആയതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ പറയാം ഇൻഷാ അല്ലാഹ്. ശരി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നു. അതിൽ നമ്മൾ പറഞ്ഞു, പണ്ഡിതന്മാർ പറഞ്ഞു, അതിൻ്റെ ആദ്യത്തെ ഭാഗം അള്ളാഹുവിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ അള്ളാഹുവിനുള്ളതാണ്. രണ്ടാമത്തത് അള്ളാഹു അവൻ്റെ അടിമകൾക്കായി നിശ്ചയിച്ചതാണ്. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട് തന്ന ജോലി ഓരോരുത്തരും കൃത്യമായി പാലിക്കുക. ബാക്കി അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞത് സഹോദരങ്ങളെ, നമ്മൾ സ്ഥിരമായി പാരായണം ചെയ്യുന്ന സൂറത്തിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാടും ഇല്ലാത്തവരായി നമ്മൾ മാറരുത്. അതിൻ്റെ അർത്ഥം, ഏറ്റവും ചുരുങ്ങിയത് അതിൻ്റെ അർത്ഥം ഭംഗിയായി നമ്മൾ പഠിക്കണം. എന്നാൽ നമുക്കതിൻ്റെ ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. സൂറത്തുൽ ഫാത്തിഹ അതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സിലേക്ക് സ്കാരത്തിൽ കടന്നു വരും. മാത്രമല്ല, പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ സൂറത്തുൽ ഫാത്തിഹ എന്നത് പരിശുദ്ധ ഖുർആൻ മുഴുവനും അള്ളാഹു അതിൽ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെന്നാണ്. സൂറത്തുൽ ഫാത്തിഹ എന്ന സൂറത്തിൽ ഖുർആനിലെ മുഴുവൻ ആശയവും ഉണ്ട് എന്നാണ്. നമ്മളിപ്പോൾ പറഞ്ഞ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഈ ആയത്ത് മാത്രം വിശദീകരിച്ചുകൊണ്ട് അൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് മദാരിജുസ് സാലിക്കീൻ എന്ന കിതാബുണ്ട്. ഈ ആയത്തുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. അതിൽ 1000-ലധികം പേജുകളുണ്ട് ആ കിതാബ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, എന്തായിരിക്കും ആ ആയത്തിൻ്റെ ആശയം? അപ്പം അതിന് മാത്രം പ്രാധാന്യമുള്ള ഒരു സൂറത്താണ് ചുരുക്കി നമ്മളിപ്പോൾ വിശദീകരിച്ചത്. ഇതൊന്നും ശരിയായ പരിപൂർണമായ വിശദീകരണം ആയിട്ടില്ല. എന്നാലും നമ്മുടെ മനസ്സിൽ ഒതുങ്ങി നിൽക്കുന്ന ചില കാര്യങ്ങൾ അതെങ്കിലും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം എന്നതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ പഠിക്കണം, നന്നായി പഠിക്കണം, ചിന്തിക്കണം. ഇത് പഠിച്ചാൽ, ഇത് ശരിക്കും നമ്മൾ ഉൾക്കൊണ്ടാൽ അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു വെക്കാൻ നമുക്ക് സാധിക്കും. സൂറത്തുൽ ഫാത്തിഹയെക്കുറിച്ച് നല്ല ബോധവും ബോധ്യവും ഉണ്ടെങ്കിൽ തെറ്റിപ്പോവുകയില്ല. ഇനിയുള്ള ആയത്തുകൾ അത് നമുക്ക് പഠിപ്പിച്ചു തരും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ പറയുന്നതും കേൾക്കുന്നതും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അത് പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, കുറവുകൾ, ന്യൂനതകൾ, പാപങ്ങൾ അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിലെ രോഗികൾക്ക്, പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ശിഫാവും ആശ്വാസവും നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അല്ലാഹു തആല അഅല വ അഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.